our channel Twinkles, Kathu and Chucky. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെന്താണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. ഇതിപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുക്കർ ചിക്കൻ ആണ്. റിയലി സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഒത്തിരി പറയാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതിനാദ്യമായി വേണ്ടത് ഒരു ഫുൾ ചിക്കൻ ആണ്. ഇവിടെ നമ്മൾ 2.5 കിലോയുടെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൂടാതെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് ഓയിൽ, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും, 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇവയെല്ലാം കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ചിക്കൻ എടുത്ത് ഇതുപോലെയൊന്ന് വരഞ്ഞു കൊടുക്കാം. വരയുമ്പോൾ നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കണം. ഇനി മസാല ഇതുപോലെ എല്ലായിടത്തും നന്നായി തേച്ചു കൊടുക്കാം. ഓരോ കട്ടിങ്ങുകളിലേക്കും നന്നായി തേച്ചു പിടിപ്പിക്കണം. ഇനി ഇതുപോലെ ഉള്ളിലേക്കും മസാല തേച്ചു കൊടുക്കാം. ഒരു 3-4 മണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കണം. നമ്മളിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. എങ്കിലേ ഉള്ളിലേക്കൊക്കെ നന്നായി മസാല പിടിക്കുകയുള്ളൂ. ഇനി കുക്കറിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ എടുത്ത് കാലുകൾ രണ്ടും നന്നായി കൂട്ടിക്കെട്ടാം. അല്ലെങ്കിൽ വേകുമ്പോൾ കാലുകൾ വേർപെട്ടു പോകാൻ സാധ്യതയുണ്ട്. കെട്ടിവെക്കാൻ വാഴനാരോ നൂലോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇനി ചിക്കൻ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കുക്കർ വാഷറും വെയിറ്റുമൊക്കെ ഇട്ട് തന്നെ അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഏകദേശം ചിക്കൻ വേകാൻ 20-25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ വലുപ്പവും ചിക്കൻ്റെ വലുപ്പവും അനുസരിച്ച് ചിലപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് ചിക്കൻ്റെ വെള്ളം ഇറങ്ങാൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ ചിക്കൻ അടിയിൽ പിടിക്കും. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് വിസിൽ വരാൻ സാധ്യതയില്ല. ഇനി വിസിൽ വന്നാലും കുഴപ്പമില്ല. ഇനിയൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാഞ്ഞിട്ടും കണ്ടോ ഇത്രയും വെള്ളമുണ്ടായിട്ടുണ്ട്. ഈ വെള്ളം കളയാതെ വേണമെങ്കിൽ സവാളയും മറ്റും ചേർത്ത് ഗ്രേവിയായി ഉപയോഗിക്കാം. ഇനി ഒരു പാനിൽ ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ സൈഡും മാറ്റി മാറ്റി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ വശവും ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി പാൻ വീണ്ടും ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം.
വഴന്നു കഴിയുമ്പോഴേക്കും സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഇനി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിയില ഇവ ചേർത്ത് ഒന്നുകൂടി ഇളക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/4 കപ്പ് ടൊമാറ്റോ സോസ് ഇവ കൂടി ചേർത്ത് ഇളക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ആക്കാം. നമ്മുടെ ചിക്കൻ്റെ മസാല റെഡിയായി. ഇനി നമുക്കിത് ചിക്കൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുക്കർ ചിക്കൻ റെഡിയായി. പരോട്ടയോ കുബൂസോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചിക്കൻ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.